സോ ഗൈസ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഫ്ലിസാർഡ് ഗെയിമിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയൊരു ഗെയിമായിട്ടാണ്. ഗെയിമിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഗോസ്റ്റ് ഓഫ് ദി സൗത്ത് ഗേറ്റ്. സോ ഗൈസ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആണെങ്കിൽ എന്തെങ്കിലും ഗൈസ് സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, സബ് ചെയ്തൊരു സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബോറടിപ്പിക്കണമായിരിക്കും ഗെയിം പ്ലേയിലിട്ടു. സോ ഗൈസ് ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഗെയിം എന്താണെന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ പേരെന്ന് വെച്ചാൽ ജസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു മെഷീനായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു GOC എന്താണ് സംഭവമാണ്. കാരണം ഇപ്പോൾ സോംബി പോലത്തെ എന്താണ്ട് സംഭവമാണ്. നമുക്ക് സോംബി തന്നെ വിളിക്കും. അപ്പോൾ അത് ആകെ ഇവിടെ സ്പ്രെഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇത് പ്ലേസ് എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്ക ആയിട്ട്. അപ്പോൾ നമ്മുടെ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സാമ്പിൾ എടുക്കുക. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കുക. ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ നാഷണൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റേഷനിലേക്ക് പോകാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ തന്നെ നമ്മൾ കുറേ സ്ഥലങ്ങൾ കഴിഞ്ഞിട്ട് വേണം. അതിൻ്റെ ഏറ്റവും എൻഡിലാണെന്നാണ് ആ സ്ഥലം, എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ കൂടെ ഒരു 4 ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ കളിക്കാനായിട്ട്. കാരണം ഇത് ഒറ്റക്ക് വേണമെങ്കിൽ കളിക്കാം, പക്ഷേ ഫ്രണ്ട്സിനൊപ്പം കളിക്കാം. അപ്പോൾ എന്തെങ്കിലും കൂടെ വിളിച്ച്, കാരണം ഇതിന് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ നേരം രാവിലെ സൂര്യൻ ഉദിക്കുന്നതാണോ അതോ നൈറ്റ് സൂര്യൻ അസ്തമിക്കണതാണോ എന്നറിയില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഈ വള്ളി ഫോളോ ചെയ്ത് പോകണമെന്ന് നോക്കട്ടെ ഗൈസ്. കാരണം ഇത് ഫുള്ളും ഒറ്റപ്പെട്ട പ്രദേശമല്ല, അതുകൊണ്ട് അറിയില്ല ഇത് ഏത് വഴിയാണ് പോകേണ്ടതെന്നുള്ള കേസ് എനിക്കറിയില്ല. ഇത് നല്ല ഫംഗസ് പോലത്തെ ഐറ്റംസ് ആണ് തോന്നുന്നത് ഗൈസ്. പിന്നെ ഇതിൻ്റെ മൂവി ഇറങ്ങിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതിന് മൂവി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഈ എൻ്റെ കൂടെ കളിക്കണവന്മാർ പറഞ്ഞാണ് ഇതിൻ്റെ മൂവി ഉണ്ടെന്ന് ഗൈസ്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്, ഇതിന് മൂവി ഉണ്ടോയെന്ന്. ഇപ്പോൾ സൂര്യൻ ഉദിച്ചതല്ല, സൂര്യൻ അസ്തമിച്ചാണ് ഗൈസ്. ഫുള്ള് വെട്ടം പോയിട്ടുണ്ട് കേട്ടോ. അന്റാർട്ടിക്കയാണ് ഗൈസ്. നല്ല തണുപ്പുണ്ട്, നല്ല കോട പോലെ സംഭവം അടിക്കുന്നുണ്ട്. നമുക്കൊന്നും കാണാൻ പറ്റില്ല, അതാണ് വിഷയം. നമുക്ക് എന്തെങ്കിലും ഈ ലൈറ്റ് ഫോളോ ചെയ്ത് പോകാനായിരിക്കും. വേറെ വഴിയൊന്നും കാണില്ല, കാരണം വേറെ വഴി പോകാനായിട്ടൊന്നും ഓപ്ഷൻ ഇല്ല. നമുക്ക് എന്തെങ്കിലും കണ്ടുപിടി ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ഫോളോ തന്നെ പോകണം ഗൈസ്. കമോൺ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിന്ന് കിഡിൽ തന്നെ ഒരു മിഷനായിട്ടാണ് വന്നേന് ഗൈസ്. അപ്പോൾ എന്താവും അറിയില്ല. നമുക്ക് എന്തെങ്കിലും ഗെയിം ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഫുള്ളും തീർക്കാനാണ് എൻ്റെ പ്ലാൻ. അറിയില്ല ഗൈസ് എങ്ങനെയാണ് ഗെയിമെന്ന് കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാം നമുക്ക് കണ്ടറിയാം ഗൈസ്. നോക്കാട്ടോ ഗൈസ്. ഇത് നമ്മൾ വേറെ തന്നെ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സംഭവം എന്താണ് അറിയില്ല. നമുക്ക് എന്തെങ്കിലും അതിൻ്റെ പൊക്കത്തിട്ട് കയറി നോക്കട്ടോ. ഇത് എന്താണ്ട് വേറെ നമുക്ക് ചെക്ക് പോയിൻ്റുള്ളതാണിത്. പിന്നെ അത് ചെക്ക് പോയിൻ്റ് അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ അറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. കാരണം ചച്ചനെ പിന്നെ ഇനി അറിയില്ല എങ്ങനെ വരുന്നു. ഇവ ലോക്ക് നമുക്ക് ഗണ്ണ് വെച്ച് അടിച്ച് പൊളിക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഗണ്ണും കൊണ്ട് പൊട്ടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഗൈസ് പറ്റും അത് പൊളിയിട്ട് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി കീയൊക്കെ തപ്പിക്കൊണ്ട് എടുക്കാനൊന്നും നടക്കണ ഗൈസല്ല ഗൈസ്. ചെക്ക് പോയിന്റ് കേട്ടോ. ഷിപ്പിംഗ് വെയർ ഹൗസാണ്. നമ്മൾ ഷിപ്പിംഗ് വെയർ ഹൗസിലിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ അന്റാർട്ടിക്കയിൽ ഇവിടേക്ക് എന്തിനാണോ ഗൈസ്. ഇവിടെ ചിലപ്പോൾ സീസൺ ടൈമിലൊക്കെ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും ഗൈസ്. അല്ല ഇവിടെ അതിന് സീസണൊന്നും ഇല്ലല്ലോ, എല്ലാം ഫുൾ ടൈം മഞ്ഞാണല്ലോ ഗൈസ്. എന്തൊക്കെയാണ് പറയുന്നത് ഗൈസ്. ഇവിടെ ലാഡർ ഉണ്ട്, അത് ലാഡർ പോട്ടെ ഗൈസ്. നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തേട്ട് കയറാം ഗൈസ്. ഇതിൻ്റെ പുറത്ത് നിന്നിങ്ങനെ ഈ കാറ്റിൻ്റെ ശബ്ദം കിട്ടിയിട്ട് എൻ്റെ ചെവിവേദന എടുക്കണം ഗൈസ്. ഷിപ്പിംഗ് വെയർ ഹൗസ്. ഓക്കെ കമോൺ അമ്മമാരും വരട്ടേടാ ഗൈസ്. നമുക്കിതിൻ്റെ അകത്ത് എന്താ നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കളി ഉണ്ടാവും, എന്തെങ്കിലും സംഭവം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇവന്മാരിങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ അകത്ത് ഗൈസ് ഇവിടെ ഡോറൊക്കെ ഓപ്പണിങ് ആയിട്ടിരിക്കണ കേട്ടാ. ഇതിൻ്റെ അകത്തിൽ കൂടെ നമുക്ക് ഈ വഴി ഏത് വഴി പോകാനാണ് ഗൈസ്. ഇവിടെ വഴിയൊന്നും കാണല്ലോ കേട്ടാ. നോക്കട്ടെ. ഈ വഴി പോട്ടെ, ഈ വഴി പോവാം. ഗൈസ് ഇതെന്താ ബ്ലഡാണ് ഗൈസ്. ഇതേ ബ്ലഡ് പോയിക്കണോക്കി ഗൈസ്. നമുക്ക് ഈ ബ്ലഡ് ഫോളോ ചെയ്ത് പോകണമെന്ന് വേണ്ട. ഇത് ഏതാ ഈ റൂമിലോട്ടാണ് പോയിക്കണത്. ഈ റൂമിലോട്ട് ഗൈസ് വാ ലെറ്റ്സ് ഗോ. നമുക്ക് എന്തെങ്കിലും ഈ മതിലടി പോട്ടാ ഗൈസ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഗൈസ്. ഇവിടെ ഫുൾ സെർച്ച് ചെയ്യണോ അങ്ങനെ അല്ലാണോ? ഗൈസ് ഇവിടെ എന്താണ്ട് ഇരിപ്പുണ്ട് ഗൈസ്. നമുക്കൊരു കീ കിട്ടിയിട്ടുണ്ട്. എന്തിൻ്റെ കീ ആണിത്? എന്താണ്ട് ഒരു കീ കിട്ടിയിട്ടുണ്ട്. ഡോക്ക് റൂം കീ ആട്ടോ നമുക്ക് കിട്ടിയേക്കണം. ഇതുകൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. എന്തെങ്കിലും ഉപകാരം വരേക്കും പോകെ. കാരണം വെറുതെ കീ അവർ കൊടുക്കൂലല്ലോ. പിന്നെ ഞാൻ വീഡിയോയിൽ കുറേ ഗൈസ് കൂടുണ്ടോയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് പറയാട്ടോ ഗൈസ്. കുറേ ഗൈസ് കൂടുന്നു. എന്തെങ്കിലും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും കുറയ്ക്കാൻ ശ്രമിക്കുക ഗൈസ് കേട്ടാ. കുറയ്ക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞാൽ ഗൈസ് പറഞ്ഞിട്ട് ഗൈസ് അറിയില്ല എന്താ പറയുക. വന്നു പോണേണ്. എന്തൊക്കെ ഇതിൻ്റെ പുറത്തിട്ട് ചാടാട്ടാ. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കീ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല നോക്കണ്ട.
നമ്മുടെ അടുത്ത് മെപ്റ്റിക് വിഷൻ ഓണാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഇപ്പോൾ നമ്മൾ ഇനി ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോളോ ചെയ്ത് പോകാനാട്ടോ. നമുക്ക് എന്തെങ്കിലും അപ്പോൾ ഇത് ഫോളോ ചെയ്ത് പോകട്ടെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഇത് ഫോളോ ചെയ്യാം നമുക്ക്. പോയാ മാഞ്ഞു പോയാ? ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോകണമെന്നോ വേണ്ട. ഗൈസ് പോയി മാഞ്ഞു പോയി. പോട്ടെ. നമ്മൾ ഈ സാധനം ഫോളോ ചെയ്ത് പോകണം. ഒറ്റത്തുണ്ട്. ഇത് എന്തോരം കുറേ ദൂരം പോകണോ? നമ്മൾ ഈ പുറത്തെത്തിയില്ലേ? ജോയലാരാണ്? മാർക്കസ്. ജനറേറ്റർ ഓണാക്കാൻ പറയണ്ടേട്ടാ. ജനറേറ്ററിന് കീ തരാൻ പറയണ്ടേട്ടാ. അപ്പോൾ ജോയലും ഉണ്ടല്ല. മാർക്കസ് വിളിക്കുന്നുണ്ട്. ജോയല് മറ്റേ സംഭവമാ ഓടിയിട്ടാ. മാർക്കസാണ് ഓടിയത്. മാർക്കസാണ് ഓടിയത്. ജോയലിനെ ഇത് പെട്ടെന്ന് നോക്കണ്ട. ഏത് ആ സംഭവം സോംബീസ് ജോയലിനെ പിടിച്ചു നോക്കണം. അപ്പോൾ ജനറേറ്റർ ഓണാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കീ കൊടുത്തില്ല. അങ്ങനെ തന്നെ സംഭവമാണ്. പിന്നെ നമ്മുടെ അടുത്ത് ഒരു 4 ജനറേറ്റർ ഓണാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഈ സാധനം ഫോളോ ചെയ്ത് പോകട്ടെ. നമ്മുടെ മിഷൻ ഓപ്പറേറ്റർ. ഇതെന്താ സംഭവം? തണുപ്പത്ത് ഐസായി പോയവൻ മാർക്കസാണ് ജോയിലാണ്. അറിയില്ല ആരാന്നറിയില്ല കേട്ടോ. ആരാണ്ട് അവിടെ ഐസായി പോയി. നമുക്ക് എതിരെ പ്രവർത്തിക്കാൻ വേറൊരു ടീമുണ്ട് കേട്ടാ. ഇവിടെ വേറൊരു ടീമുണ്ട്. ഇവിടെ ഇവർ പറഞ്ഞാട്ടാ, നമ്മളിങ്ങടേക്ക് വിട്ട നമ്മുടെ ഓഫീസേഴ്സ് നമ്മളിവിടെ റിസർച്ചിന് വേണ്ടി വന്നാണല്ലോ. അപ്പം ഇത് എന്താണ്ട് ഒരു പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. കുറച്ച് മുന്നത്തെ ഒരു കൊള്ള പറഞ്ഞിട്ട് ഇവിടെ ഒരു മാപ്പ് ഉണ്ട്. ഇത് എന്താണത്? മാർക്കസിൻ്റെ ഹൗസ് ഇവിടെ ഇത് ചെയ്യുന്നുണ്ടോ? പക്ഷെ നമ്മളിത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. ഈ മാർക്കസിൻ്റെ ഹൗസ് ഇതിനകത്ത് എവിടെയെന്ന് വെച്ചാൽ അതും നമുക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ഈ റൂം കയറി സെർച്ച് ചെയ്യോട്ടെ. അപ്പോൾ ഇവിടെ വേറെ നല്ല ടീം കൂടി ഉണ്ട്. അവന്മാരാണ് ഈ ഡിസാസ്റ്ററിനൊക്കെ കാരണം എന്നൊക്കെ പറയണ്ടേട്ടാ. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ മൂവി ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തത്? നമുക്ക് എന്താണ്ട് ഒരു ടേപ്പ് ഇടണം കേട്ടോ. നിൽക്കട്ടെ, പ്ലേ ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ ഇൻവെൻട്രി പ്ലേ ചെയ്യണമായിരിക്കും കേട്ടോ. നോക്കട്ടെ. മാർക്കസ് പറയണ ടേപ്പ് റെക്കോർഡാട്ടോ. ഇതെന്താ സംഭവം? ഇത് ഇവരൊക്കെ ഒന്നിട്ടേക്കണ. ഇവിടെ ഒരു വിഷ്വൽ നമ്മളെ കാണിക്കണ്ട കേട്ടാ. ഒരുത്തനെ എന്താണ് തള്ളിയിട്ട്, അങ്ങനെ എന്താണ് സംഭവം. ഒരുത്തനെ തള്ളിയിട്ട് ഇവിടെ വന്നിരുന്ന എന്താണ് സംഭവം? അപ്പൊ വേറൊരുത്തൻ വന്ന് സംഭവം എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടാ. ഇമാര് സ്റ്റക്കാട്ടിക്കണേലും ഇമാര് വേഗം ഫാസ്റ്റ് ആക്കുക. ബട്ട് ഇമാര് സ്ലോ മോഷൻ കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പണിയുള്ളതാണ്. മാർക്കസാട്ടാ ഇപ്പൊ പറയണേ. ഗൈസ് അവനെ കുത്തിയാ? അവനെ കുത്താമണെന്നുണ്ടോ? കുത്തനാണ് വെടിക്കണ ഇതിലാവട്ടെ. ഗൈസ് അവനെ തീർത്ത്. പോയിട്ടാ സംഭവം. ഇത് ആരാന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ടേപ്പ് റെക്കോർഡ് എന്താണെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ ഇവിടെ ഒരു വിഷ്വൽ വന്നപ്പോൾ ടേപ്പ് റെക്കോർഡിൽ എന്ന് വെച്ചാൽ മാർക്കസ് എന്നാണ് ഇങ്ങനെ കാര്യങ്ങൾ പറയണേട്ടാ. ഇവിടെ ഡിസാസ്റ്റർ പറ്റി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷെ ലാസ്റ്റ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ സംഭവം പൊതുവെ ശ്രദ്ധിച്ചില്ല. നമുക്ക് എന്തെങ്കിലും ഇത് ഫോളോ ഗൈസ് കണ്ട് ഞാൻ ഇപ്പോഴായിട്ട് ഇവന്മാരെ കാണുന്ന ഗൈസ്. ചവട അതേ ഗൈസ്. ഇവിടെ 2 പേര് ഫ്രീസായിട്ട് അങ്ങനെ തന്നെ ഫ്രീസായിട്ട് ഇങ്ങനെ എടുത്ത് 2 അല്ല 3 5 പേര് ഫ്രീസായിട്ട് ഇങ്ങനെ ഉണ്ടാ കണ്ട. ഇവിടെ 3 പേര് ഗൈസ്. ചാവട എനിക്ക് നീമാരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയപ്പോൾ ഈ മഞ്ഞത്ത് ഫ്രീസായി പോയില്ലാന്ന് നോക്കണ്ട. അറിയില്ല ഗൈസ്. ഇവിടെ കുറേ പേരുണ്ട് കേട്ടാ. ഇവിടെ കുറച്ചും കിടപ്പുണ്ട്. ഗൈസ് ഇതേ അവിടെ നിന്നൊക്കെ ഫുൾ അറ്റാക്കിങ് പോലെ ഉണ്ട് കേട്ടാ. ഈ ഡോറ് തുറക്കട്ടെ. ഈ ഡോറ് തുറന്നിട്ട് പോവാം ഗൈസ്. എവിടെയാണ് ഇവന്മാര്? എന്താ സംഭവം? എന്താണ്ടൊക്കെ സംഭവം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടാ. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പുതിയ ഗൈസ് ഇത് എവിടെ നിന്നാണ് ഇവന്മാർ വന്ന് എനിക്ക് മനസ്സിലാവും ഗൈസ്. കണ്ട് ചാവട ഈ മഞ്ഞായതുകൊണ്ട് കാണാൻ പറ്റില്ല. കാരണം അടുത്തിട്ട് വന്നാലേ കാണുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അടുത്തിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അറ്റത്തൊന്നും കാണാനും പറ്റുള്ള ദൂരികളാണ്. ഇത് നമുക്ക് മെഡിസിൻസ് ഒക്കെ എടുക്കാട്ടാ. ഇവിടെ വേറെ നമുക്ക് ഞങ്ങളുടെയൊക്കെ പോകേണ്ടത് ഗൈസ്. നമ്മുടെ അടുത്ത് ജനറേറ്ററിൻ്റെ അങ്ങോട്ടേക്ക് പോകാനാ പറഞ്ഞു. പക്ഷേ അതിനുള്ള കീയും കിട്ടിയിട്ടില്ല, നമുക്ക് വഴിയും കിട്ടിയിട്ടില്ല. സംഭവം ഗൈസ് അവിടെ കുറച്ച് ഫ്രീസായിട്ട് മഞ്ഞിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതേ ലെഫ്റ്റിലെടുത്തൻ പാക് സീൻ.
ഇവിടെ നമുക്ക് ഇനി ഒരു കീ കണ്ടുപിടിക്കണം, കാരണം എന്നാലാണ് ആ ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഓ ഗൈസ് കീ കിട്ടി. ഓ ലെറ്റ്സ് ഗോ. ഓ എന്താ പറയണേ? ജനറേറ്ററിൻ്റെ അടുത്തിട്ട് പോകാനായിട്ടാ പറഞ്ഞേക്കുന്നത് നമ്മുടെ അടുത്ത്. നമ്മൾ ജനറേറ്ററിൻ്റെ ഇവിടെ എത്തിയിട്ടാ. അപ്പോൾ ഇതൊക്കെ ഇനി ഫുള്ള് ഓൺ ചെയ്യണം കേട്ടോ നമ്മൾ. വെയിറ്റ് ഇതൊന്ന് ഓണാവും. മഞ്ഞായതുകൊണ്ട് ഓണാൻ കുറച്ച് പാടാട്ടാ. ഒരെണ്ണം ഓണായിട്ടുണ്ട് കേട്ടോ, ഒരെണ്ണം ഓണായിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ 4 ഓണാക്കാനായിട്ടാ പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ ഓണാക്കിയിട്ടുണ്ട് കേട്ടാ. മൂന്നാമത്തെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടാ. 3ഉം 4ഉം ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. എന്താ സംഭവം അറിയില്ല നമുക്ക്. ആദ്യം തന്നെ ജനറേറ്റർ ഓണാക്കാട്ടാ. റീലോഡ് ചെയ്തൊക്കെ എപ്പോഴാണ് മഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ദൂരികൾ ഇതെവിടെ ഓണാക്കണ സംഭവം. കിട്ടി. അപ്പോൾ ഗൈസ് നമ്മൾ 3ാമത്തെ ഓണാക്കിയിട്ടുണ്ട് കേട്ടാ. 3ാമത്തെ ഓണാക്കി. 4ാമത്തെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ 3ാമത്തേൽ നമുക്ക് ഗ്രീൻ ലൈറ്റ് കത്തി കേട്ടോ. അതെന്താ സംഭവം വെച്ചാൽ എനിക്കറിയില്ല. കാരണം ബാക്കി 3ലും ഗ്രീൻ ലൈറ്റ് കത്തി. പക്ഷെ അതിനകത്ത് ഗ്രീൻ ലൈറ്റ് കത്തുള്ളൂ. ഗൈസ് ഇവിടെ എന്താ സംഭവം? അവന്മാർ ഇങ്ങോട്ട് ക്രഷ് ചെയ്യണ്ട. തീർക്കട്ടെ ചാവട. തീർന്നു നോണ്ട. നമ്മുടെ അടുത്ത് മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇനി ഇവിടെ എന്തെങ്കിലും മൂവ് ചെയ്യട്ടാ. വന്നുണ്ട്. ശബ്ദം കേൾക്കണ്ടിട്ട് ഞാൻ. പക്ഷെ അവന്മാർ കാണല്ലോ. അവന്മാർ ശബ്ദം ശരിക്കും ഞാൻ കേൾക്കുന്നുണ്ട്. ഗൈസ് അടുത്തടുത്ത് ചാവട. ഗൈസ് നമുക്ക് റഷ് ചെയ്തല്ല. വാ കമോൺ ലെറ്റ്സ് ഗോ. കമോൺ ഗൈസ്. ലെഫ്റ്റ് സൈഡ് റീലോഡ്. തീർക്കട്ടെ ചാവട. തീർക്കട്ടെ. കിട്ടി. അതെനിക്ക് കിട്ടി. 20 കിട്ടി. ബാക്കിന്ന് അടിക്കണം. അപ്പോൾ ദൂരെയൊക്കെ ഫ്രണ്ടിൽ വന്ന് അടിക്കണം. ബാക്കിൽ വന്ന് അടിക്കുന്നതൊക്കെ ബീരുക്കളാണ് ഗൈസ്. അവനക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമ്മൾ സേഫാണ്. നമ്മുടെ മൂജ് ഏത് വഴി? ഈ വഴിയാന്ന് വേണ്ട. ഈ വഴി ഇതിൻ്റെ ഉള്ളിൽ. ഗൈസ് ചാവട ഗൈസ്. ഓക്കെ റീലോഡ്. ചാവട. ഇല്ല ചാവട. ഓക്കെ ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റാ? റൈറ്റ് ആയിരിക്കും. ലെഫ്റ്റ് അവിടുത്തെ കറങ്ങാൻ വഴിയാന്ന് വേണ്ട. റൈറ്റ്. ഓർഡർ. ഗൈസ് ബാക്കിൽ നിന്നൊക്കെ അറ്റാക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയും ഓടക്കാരെ ഇവന്മാരെ അടിച്ചിടാന്ന് വെച്ചാൽ ഇവന്മാർ തീരുവില്ല. ഇവന്മാർ വന്നുകൊണ്ടിരിക്കണമെന്ന് വേണ്ട. നമുക്കതെങ്കിലും ഓടി എന്തെങ്കിലും സേഫ് ആവാം. അതേ നടക്കുള്ളൂ. ഇതേ ഗൈസ് ഇവന്മാർ എൻ്റെ അടിയെന്നാട്ടോ തന്നെ. ഇവന്മാർ അടിയിലാണുള്ളത്. ഗൈസ് റൈറ്റിലേക്ക് വഴി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഓർഡർ. ഗൈസ് ഇവിടെ എടുത്ത് ഇവന്മാർക്ക് മഞ്ഞൊന്നൊരു പ്രശ്നമല്ല എന്നാട്ടോ. കാരണം ഇവന്മാർ മഞ്ഞിൽ നിന്ന് ഇവന്മാർ ഫ്രീസ് ആവുള്ളൂ കേട്ടാ. നമ്മളാണ് ഫ്രീസ് ആവുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഫുള്ള് ശബ്ദം കേൾക്കണ്ട. ഏത് ഇവിടെ നിന്നാണ് അറിയില്ല കേട്ടോ. ഗൈസ് അടുത്ത് ചാവട. ഗൈസ് തീർത്തിട്ടുണ്ട്. ഗൈസ് ചാവട. ഗൈസ് ഇത് എത്ര ഗൈസ് ഇത് കിട്ടി? എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 2-3 അടിച്ച് കിട്ടുന്നുണ്ട്. ഇത് അവൻ്റെയൊക്കെ അറ്റാക്ക് നോക്കി മണ്ണിൻ്റെ അടിയിൽ കൂടെ ഒക്കെ വേര് പോലത്തെയൊക്കെ സംഭവിക്കാൻ കേട്ടോ. ഗൈസ് ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. അതും കിട്ടി. ഓർഡർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സേഫ് അല്ല. കാരണം ഇന്ന് നമ്മൾ അടി വാങ്ങിക്കലുണ്ടാവുള്ളൂ. ഗൈസ് കിട്ടി. ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ് നമ്മുടെ അടുത്ത് സൗത്ത് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് ടോപ്പ് ഓഫ് ദി വില്ലേജിലിട്ട് പോകാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. സൗത്ത് ഗേറ്റ് എവിടെയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതാണ് സംഭവം ഗൈസ്. ഇങ്ങോട്ട് ഓർഡർ. സൗത്ത് ഗേറ്റ് കണ്ടുപിടിച്ചാൽ അത് നേരെ ഓപ്പൺ ചെയ്ത് പോവുക. അത്ര തന്നെ. വേറെ ഇതില്ല. ഗൈസ് ഇതാണെന്ന് വേണ്ട ഗൈസ് സൗത്ത് ഗേറ്റ്. ഗൈസ് ഓപ്പൺ ചെയ്യടാ ഗൈസ്. അവൻ കയറി ഓപ്പൺ ചെയ്യട്ടെ ഗൈസ്. നമുക്ക് ഈ വഴി പോവാം. ഗൈസ് ഫൈനലി നമ്മുടെ സൗത്ത് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് ഇവിടുന്ന് ടോപ്പിൽ വില്ലേജിലോട്ട് പോകാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ ഓപ്പൺ ചെയ്ത്. ഗൈസ് ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. ഇതെന്ത് വലിയ സാധനം. ഇതുവരെ ഉള്ളതിനേക്കാളും വലിയ സാധനം കേട്ടോ. നമുക്ക് നേരെ ഏതൊരു റൂമിൻ്റെ അകത്തിട്ടും കയറി വിളിക്കാം കേട്ടോ. ഗൈസ് ഇവൻ അവൻ്റെ പുറകെ തന്നെ. തീർന്നു. ഗൈസ് കണ്ടില്ല. ഓർഡർ. ഷട്ടർ അടിക്കടാ. ഇതിൻ്റെ ഉള്ളിൽ കയറിക്കുക. ഉള്ളിട്ടാൻ വരുമോ? വരുമെന്ന് തോന്നണ്ട. നമുക്ക് ഇതിനുള്ളിൽ കുറച്ച് നേരം സേഫ് ആണെന്ന് തോന്നുന്നു. ഇല്ല മഞ്ഞില്ല കേട്ടോ. ഗൈസ് നമ്മുടെ അടുത്ത് ഇത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഫൗണ്ടേഷൻ ആക്ട് ഓഫ് NCIC സംഭവം. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് പറയുന്നത്. പിന്നെ എന്താണ് ടേക്ക് ഓവർ ഇൻവെസ്റ്റിഗേഷൻ റേഞ്ച് സംഭവം. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് നിൽക്കട്ടെ. അവനെ ആദ്യം തീർക്കട്ടെ കേട്ടോ. പിന്നെ ആദ്യം അവനെ തീർക്കട്ടെ. എന്നാലും നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും നടക്കാണ്ടുള്ളൂ. നമുക്ക് ഇതിൻ്റെ പൊക്കത്തേട്ട് പോകണം കേട്ടോ. ഗൈസ് ഇതിൻ്റെ പുറത്ത് ഒന്നല്ലടാ. ഗൈസ് ഡോർ അടിച്ചാട്ടാ. ഡോർ ക്ലോസ് ആയിട്ടുണ്ട്. സേഫായി. ഇനി സേഫാണ്. ഇനി നമ്മൾ സേഫാട്ടാ. ഇനി അകത്തിട്ട് അവന്മാർ വരില്ല. മെഡിക്കറ്റ് കൂടി ഉണ്ട് കേട്ടോ. ഗൈസ് നമ്മുടെ കൂടെ ഉള്ളവരത്തിൻ്റെ ഒട്ടും ലൈഫിലാവുന്നുണ്ട്. അപ്പോൾ ആ മെഡിക്കറ്റ് എടുത്തോട്ടെ ഗൈസ്. നമുക്ക് അത്യാവശ്യം ലൈഫ് ഇപ്പം ഉണ്ട് ഗൈസ്. ഇതിൻ്റെ പുറത്തുനിന്ന് അവൻ വരും. ഇല്ല അവന്മാർ വരാൻ ചാൻസ് ഇല്ല. അവന്മാർ ഈ ഡോറൊന്നും തുറന്നു വരാനുള്ളതില്ല കേട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ ഫൈനലി കമ്മ്യൂണിക്കേഷൻ ടവറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മുടെ ഗെയിം എൻഡ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് കുറച്ചുകൂടി ശമ്പളമൊക്കെ ഇനി കണ്ടുപിടിക്കാണ്ട്. അപ്പോൾ അതുകൂടി എടുത്തായിട്ട് നമ്മുടെ അടുത്ത്
ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഗൈസ് നമ്മൾ സിഗ്നൽ കൊടുക്കേണ്ടത് അവരുടെ അടുത്ത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ഫൗണ്ടേഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോപ്പിലായിരിക്കും അതാ കാണാൻ അവിടെ ആയിരിക്കും ഗൈസ്. ഇവിടെ നിന്നൊന്നുമില്ല, ഇവിടെ നിന്നാണോ? ഇല്ല ഇവിടെ നിന്നല്ല ഗൈസ്. ആ ടോപ്പിൽ അവിടെ ഒരു ടോപ്പിലൊരു ചെറിയൊരു വീഡിയോ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും ഗൈസ്. നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താനായിരുന്നു ഗൈസ് നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞ ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ സെറ്റപ്പ് MRC എന്നുള്ളത് ഓപ്പറേഷൻ ടവർ. ഗൈസ് ഇതാണ് ഗൈസ്, ഈ ടവറാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഇനി ഇവിടെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇനി സാമ്പിൾ കണ്ടുപിടിച്ചിട്ടായിരിക്കും പിന്നെ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവേണ്ടതെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ ആയിരിക്കണം കളി, അങ്ങനെ ആയിരിക്കണം കളി ഗൈസ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ? ഇവിടെ എന്താ ചെയ്യേണ്ടത് നമ്മൾ? ഇവിടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഗൈസ് കണ്ട് ഇവിടെ ഇൻട്രാക്ട് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്യണ്ടേട്ടാ. നമ്മുടെ അടുത്ത് പിന്നെ പറയുന്നത് ഫൈൻഡ് വെയിറ്റ് നമ്മുടെ അടുത്ത് ഒരു ഹോസ്പിറ്റലിലായിട്ട് പോകാനായിട്ട് പറയുന്നത്. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇത് ഏത് വഴിയായിരിക്കും? നമ്മൾ ഇവിടുന്ന് റൈറ്റിൽ കൂടെ അല്ലേ വന്നത്? അതെ നമ്മൾ അപ്പോൾ നമുക്ക് ഇനി ലെഫ്റ്റിൽ കൂടെ പോകാനായിരിക്കും ഗൈസ്. കാരണം വേറെ വഴി ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഗൈസ്. അതെ ലെഫ്റ്റിൽ കൂടെ തന്നെ ലെഫ്റ്റിൽ കൂടെ ഒരു വഴി ഉണ്ട് കേട്ടോ. നേരെ ഈ വഴി പോകട്ടെ. ഗൈസ് ഇവിടെയൊക്കെ നോക്കി ഗൈസ്. ഈ സംഭവം ഈ ഫംഗസിൻ്റെ വേരാന്ന് തോന്നുന്നുണ്ടോ? ഭൂമിൻ്റെ അടിയിൽ കൂടെ ഒക്കെ വന്നിട്ട് ഒരുമാതിരി ടെറർ ലുക്കായിട്ട് ഇരിക്കണം കേട്ടോ ഗൈസ്. ഇവിടെ മൊത്തം സംഭവം കേട്ടോ ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ വഴി പോകാട്ടോ. നമുക്ക് നേരെ ഇനി ഹോസ്പിറ്റലിലായിട്ടാണ് പോകേണ്ടത്. നേരെ ഹോസ്പിറ്റലിലോട്ട് പോകട്ടാ ഗൈസ്. പോട്ടെ ഞാൻ ഫ്രണ്ടിൽ പോകല ഗൈസ്. കാരണം ഞാൻ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. കാരണം ആദ്യം ഞാനേക്കും ചാവട്ടെ, ആദ്യം ചാവണേ അവൻ ചാവട്ടെ, അങ്ങനെ ഉണ്ട് എൻ്റെ ഐഡിയ ഗൈസ്. ഇവിടുന്ന് ഗൈസ് ലെഫ്റ്റിലോട്ട് ഒരു വഴി ഉണ്ട്. നമുക്ക് ഈ ലെഫ്റ്റിലോട്ട് നേരെ പോകട്ടാ ഗൈസ്. ഇപ്പോൾ ഇവിടെ ഫുള്ളും ഗൈസ് പറയാൻ വന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഫുള്ളും ശാന്തിയാണ്. അപ്പേക്ക് വന്ന് ഗൈസ്. ഞാൻ വിചാരിച്ചുള്ളൂ ഇത് എന്താണ് അവന്മാരെ കാണാത്തത് വിചാരിച്ചപ്പോഴും ദേ വന്നു പൊക്കത്തൊക്കെ ഇപ്പം കേട്ടോ. ഗൈസ് അവിടെയൊക്കെ അത് സീനാണ്. പോട്ടെ ഇല്ല ചത്ത് എല്ലാം എണ്ണത്തിന് തീർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം അതിന് തീർത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഫ്രണ്ടിലോട്ടോ. ഗൈസ് ഇവിടെയൊക്കെ ഗൈസ് ബാക്കിൽ നിന്ന് എൻ്റെ പൊന്നു ചെറിയ കുരിപ്പൊരു സംഭവം കേട്ടോ. അവനൊക്കെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗൈസ് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ളും ഉണ്ട് കേട്ടോ ഗൈസ്. ഈ വേര് കണ്ടോ? ഒരുത്തിന് ഓടിയാണ് കേട്ടോ. ഇവിടെ അവൻ ഏതൊഴി എരിഞ്ഞ് ഇവിടെ അവൻ ഇപ്പം കൂടെ കൂടി വന്നാലും ഗൈസ് അവൻ തീർത്തുന്നുണ്ടോ? നമ്മൾ കൂടുതലും തീർന്നു. ഫൈനലി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. കമോൺ. ഗൈസ് ചാവട. ഗൈസ് നമുക്ക് ഈ ഡോർ തുറക്കട്ടാ ഗൈസ്. ഇല്ലല്ലോ വന്നില്ല. നമുക്ക് നേരെ ഡോർ തുറക്കടാ. ഗൈസ് അവിടുത്തെ ഡോർ അടിഞ്ഞാൽ തുറന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ. നമ്മുടെ അടുത്ത് ഇവിടുന്ന് എന്താണ് വെക്ടർ പ്രോഗ്രാം ഇന്ത്യയിൽ സെർച്ച് ചെയ്താണ്ട് പിടിക്കാൻ പറഞ്ഞിട്ടാ. നമ്മളിനി ഇത് ഫുള്ളോട് സെർച്ച് ചെയ്യണ്ടായിരിക്കും ഗൈസ്. ചത്തിമാർക്ക് ഇനി എവിടെ നിന്നാണ് വന്നെ? അപ്പോൾ ഇവന്മാരെ ഭൂമിൻ്റെ അടിയിൽ നിന്നിട്ട് വന്നെ. അതുകൊണ്ട് ഇവന്മാർ എവിടെ സ്പോൺ ചെയ്യുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കറണ്ട് പോയാൽ കറക്റ്റ് ടൈമിലാട്ടെ. ഇത്ര നേരം ഇവിടെ കറണ്ട് ആയിരുന്നു. നമ്മൾ വരാൻ വേണ്ടി കാത്തിരുന്നു ഗൈസ്, കറണ്ട് പോകാൻ വേണ്ടിയിട്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഈ വഴി പോകണമായിരിക്കും ഗൈസ്. ഇവിടെ ആകെ സീനാട്ടോ. സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സീനല്ല ഗൈസ്. ഈ കണ്ട ഇവിടെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്താണ്ട് പോലെയാണ് ഗൈസ്. ചെറിയൊരു അറപ്പ് പോലെയാണ് ഗൈസ്. ഇത് ഫുള്ള് സീനാലും ഇതിൻ്റെ അകത്ത്. ഗൈസ് ഈ വള്ളിക്ക് നമ്മൾ അടിച്ചു പൊട്ടിക്കണം കേട്ടോ ഗൈസ്. ഇതിൻ്റെ അകത്ത് ഫുള്ള് സീൻ. നമ്മളിനി ഇവിടെ ഫുള്ള് സെർച്ച് ചെയ്യണം. എന്തിൻ്റെ പ്രോഗ്രാമാണാവോ അറിയില്ല. നമ്മളെ സംഭവം എടുക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് ഗൈസ്. ഈ വഴി പോട്ടാ. ഈ വഴി പോകണോ? അല്ല ഈ വഴി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അല്ലേ മറ്റേ ഗണ്ണിൽ ഇതില്ലട്ടോ, ടോർച്ചിലട്ടാ. ഈ കണ്ണൻ നമുക്ക് എടുക്കണോ? മറ്റേ ചെറിയ കണ്ണിൽ പിസ്റ്റൽ കണ്ണിൽ ടോർച്ചില്ല. ഈ കണ്ണിൽ എടുക്കുമ്പോൾ നമുക്ക് ടോർച്ചും ഗണ്ണും എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് ഈ സംഭവം കാണുമ്പോൾ എന്താ തോന്നുന്നറിയാമോ? നമ്മുടെ ഒരു സോംബി സിനിമയില്ലേ, അതിൻ്റെ ഗെയിമുണ്ട്. പക്ഷേ ആ സിനിമയുടെ പേരെന്തായിരുന്നു? ആ സിനിമയുടെ പേര് മറന്നുപോയി. ഈ ഒരു ഫംഗസൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണം. കഥാപാത്രത്തിൻ്റെ പേര് ജോയലും പിന്നെ ജോയലിൻ്റെ മോള്, അങ്ങനെ തര സംഭവമൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഫുള്ളും കണ്ടിട്ടില്ല, കുറച്ച് കണ്ടിട്ടുള്ളൂ. കുറേ നാൾക്ക് മുന്നേ കണ്ടാണ്, അതുകൊണ്ട് മറന്നുപോയി. പേരെന്താ വാക്കിണ്ടിട്ടില്ല. വേറൊരു സോംബി സിനിമയാണ്. അതിൻ്റെ ഗെയിമുണ്ട്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഗെയിമാണ് ഗൈസ്. അപ്പോൾ ആ ഗെയിം ഏതായാലും കളിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ആ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഞാൻ കളിക്കാം ഗൈസ്. കളിക്കുന്ന സീരിയസ് ആയിട്ട് ഒരു 10-20 പാർട്ടൊക്കെ ആവുന്നതാണ്. കാരണം കുറച്ച് വലിയ ലോങ്ങുള്ള ഗെയിമാണ്. സ്റ്റോറി മോഡ് ഗെയിമാണ് ഗൈസ്. ഇത് എന്താണ് ഗൈസ്? ആകെ സീൻ. ഇതാണ് ഇങ്ങനെ അനങ്ങണ്ടിട്ട് അനങ്ങനാണെങ്കിൽ എനിക്ക് എന്താണ്ട് പോലെ കുളിർന്ന് തരണം ഗൈസ്. ഇത് എന്ത് സംഭവം? ഇത് ഇവിടെ ആരാണ്ട് മനുഷ്യനാണത്. എന്ത് സംഭവം? മനുഷ്യനാന്ന് വേണ്ട, നമ്മുടെ കൂട്ടത്തിലുള്ളവരല്ല ഗൈസ്. നിൽക്കട്ടെ, വീഡിയോ വെച്ച് നോക്കാം. വീഡിയോ വെച്ച് നോക്കണോ ഗൈസ്? അത് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമോ നമ്മൾ വരുമ്പോൾ തന്നെ ഗൈസ്? നോക്കട്ടെ. ഗൈസ് അതിൻ്റെ ഉള്ളിൽ എടുത്തുകൊണ്ട് പോയി. ഇതെന്ത് സംഭവം? അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ്ട് ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ടാ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകണം, വേറെ വഴിയില്ല.
നമുക്കിതെങ്ങനെ തുറക്കും? നമ്മൾ അടുത്തിവിടെ വന്ന് തന്നെ തുറയോ? ഗൈസ് ഇതൊക്കെ തല്ലി പൊളിക്കട്ടെ കേട്ടോ. ഇത് വെടി വെച്ചാൽ മതിയോ? ഗൈസ് എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു തലയോട്ടി കണ്ട ഗൈസ്. എനിക്കാണെങ്കിൽ എന്തുണ്ട് പോലെ ഗൈസ്. അകത്തിട്ട് കയറണം വേണ്ടേ? കയറാണ്ടിരിക്കാനും വഴിയില്ല. കയറിയേ പറ്റും, അതാണ് വിഷയം. ഇവിടെ ഞാൻ വീഡിയോ വെച്ചോക്കട്ടെ. വീഡിയോ വെക്കടാ. ഗൈസ് ഓ വെടി വെച്ചാൽ പൊട്ടു കിട്ടാ, തുറന്നു തരും. ഇതെന്ത് ചെയ്ത് അതിൻ്റെ അണ്ണാക്കിലോട്ടെല്ലാം കയറണാ. ഓ ഗൈസ് കുറച്ച് സീനാട്ടാ ഗെയിം. എന്ത് ഗെയിമിൽ ഇത് ആര് ഗെയിം ഉണ്ടാക്കിയവന്മാർ സമ്മതിക്കണോട്ടെ. ഇമാതിരി ഐറ്റം ഒക്കെ ഗെയിമിനകത്ത് കൊണ്ടുവരാന്നൊക്കെ പറയാനാ. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഏത് സമയത്താണോ എനിക്ക് ഈ ഗെയിം കളിക്കാൻ വേണ്ടി തോന്നിയ. പൈസ ഇതിൻ്റെ പുറത്ത് വന്നിട്ടാ. ഓ ഇതിൻ്റെ പുറത്തിട്ട് എന്തൊരു ആശ്വാസം. അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എന്താണ്ടൊക്കെ പോലെ. എൻ്റെ പൊന്നോ ഇത് ഇവിടെ ഫുള്ളും ഇങ്ങനെ കേട്ടാ പൈസ. ഇതിൻ്റെ ഈ ഹോസ്പിറ്റലിൽ പുറത്തിട്ടിറങ്ങാൻ എന്താണ് വഴി? നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഇതും കിട്ടണം, എന്തോന്ന് ഈ വെക്ടറിൻ്റെ പ്രോഗ്രാമിൻ്റെലും കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഒരു ഉമ്മാതിരി സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ആരെങ്കിലും കൊണ്ട് നോക്കും. ഇവന്മാർക്ക് വേറെ ഉള്ളും കൊണ്ട് നോക്കാം. നമ്മളെന്ന് ആരും കുറേ പേരെ കൊന്നു, ഒരു 1000 പേര് വീട് ഞങ്ങൾ കൊന്നിട്ട് എടുക്കുക. ഈ ഉമ്മാതിരി സ്ഥലത്തെടുക്കുക കൊണ്ടു നിൽക്കുകയാണെങ്കിൽ തന്നെ എന്ത് ഡെങ്ങേറായിട്ടുള്ള അവസ്ഥയല്ലേ ഗൈസ്? നിങ്ങൾ തന്നെ പറ. ഇത് ഓക്കെ ഗൈസ്, ഇവിടെ ആകെ സീൻ. ഇതിൻ്റെ അകത്ത് എനിക്ക് ചെറിയ ശബ്ദങ്ങൾ കേൾക്കണ്ടേട്ടാ. നമ്മുടെ അടുത്ത് ഉണ്ടോ ഗൈസ്? ചിലപ്പോൾ ഇവന്മാർ ഇതിൽ തന്നെ മുളച്ച് വരും. അപ്പോഴാണ് ഗൈസ് നമ്മൾ പെടാൻ പോണേ ഗൈസ്. പെട്ടെന്ന് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ പേടിച്ചൊക്കെ പോകും. പേടിച്ചുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. ഓ ഗൈസ് അവിടെ ഗൈസ് അയ്യോ ഞാൻ പറഞ്ഞില്ല ഗൈസ്. ഇതിൻ്റെ ഉള്ളുകാരെ ഉമ്മാർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും സ്പോൺ ചെയ്ത് വരും. ഓ ഗൈസ് അവിടെ ഒരു മെഡിക്കേറ്റാന്ന് വേണ്ട എന്താണ്ട് സംഭവം ഉണ്ട്. ഇത് പൊട്ടിക്കിട്ടാ പൊട്ടി. നമുക്ക് ഇനി ഇത് എടുക്കട്ടെ. അപ്പം അത് ഗൈസ് ഇവിടെയൊക്കെ ഫുള്ള് അനങ്ങണ്ടട്ടെ. ഇവിടുന്ന് ഏത് വഴി വരുമെന്ന് ഉമ്മാർ പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഈ ഡോറ് തുറന്നാക്കി പോകണത്. ആദ്യം ഇത് എടുക്കണം കേട്ടോ. എടുക്ക് കിട്ടിയിട്ടുണ്ട്. ആകെ ഇവിടുന്ന് ശബ്ദം കേൾക്കണം കേട്ടോ. പുറത്തുനിന്നാണോ പക്ഷേ ഇതിൻ്റെ അകത്തുനിന്നാണ് അറിയില്ല. ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നോണ്ട ഇവന്മാരല്ലേ ഈ ശബ്ദം ഗൈസ്. ഡോറ് തുറന്നപ്പോൾ പിന്നെയും ഇത് ഫുള്ളും ഈ ഹോസ്പിറ്റൽ ഫുള്ളും ഇങ്ങനെയാണ് നോക്കട്ടെ. ഒതേ കൈസ് കൈയൊക്കെ നോക്കി കൈസ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കൈയൊക്കെ അനങ്ങണ്ടട്ടെ ഗൈസ്. നമുക്ക് ഇവ തന്നെയാണ് പോകേണ്ടത്, വേറെ വഴിയില്ല. ഗൈസ് ഇവിടെ ആകെ ഫുള്ള് സീനാണ്. നമുക്ക് എന്തെങ്കിലും അതൊന്നും മിണ്ട് കളി. അതൊന്നും ഞാൻ മൈൻഡ് കളി. ഞാൻ നേരെ ഫ്രണ്ടിലോട്ടാണ് ഗൈസ്. നോക്കാൻ നിന്നേനെ കൈസൊക്കെ നോക്കലുണ്ടാവുള്ളൂ. നമുക്ക് നേരെ നമ്മുടെ സംഭവം എടുക്കുക, നേരെ ഇവിടെ നിന്ന് വിടാം. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല കൈസ്. കൈസ് ഇവിടെയൊക്കെ സെർച്ച് ചെയ്യാം കൈസ്. അതിൻ്റെ പൊക്കത്തോടെ ഉണ്ട്. അതായിരിക്കും ആ വഴിയേക്കും പോകണ്ട നമുക്ക് കൈസ്. ഇവിടെ ഒന്നുമില്ല കൈസ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ സെർച്ച് ചെയ്യാനാണ്? ഇവിടെ ഇവന്മാർ ഒച്ചപ്പാട് പറഞ്ഞിട്ട് ചെവിയും പൊട്ടണ ഒച്ചപ്പാടാണ് ഇവന്മാർ ഇടുന്ന ഒച്ചപ്പാടുണ്ടാക്കണം കൈസ്. കൈസ് നമുക്ക് ഇതുവരെയായിട്ടും നമ്മുടെ സംഭവം കിട്ടിയിട്ടില്ല കേട്ടാ. ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല കൈസ്. അതാണൊരു വിഷയം. നമുക്കിതിന് ഫുള്ള് സെർച്ച് ചെയ്യണം. നമുക്കിതിനെങ്കിലും ദീ വഴി പോവാട്ടോ ഗൈസ്. സംഭവം കിട്ടിയിട്ടില്ല നമുക്ക് ഇതുവരെയായിട്ടും. ആ ഒരു വിഷയം ഉണ്ട് കേട്ടോ. എന്താ ഓ ഗൈസ് നമ്മുടെ കിട്ടി. അവിടെ എന്താണ്ട് സംഭവം ഇരിപ്പണമെന്ന് പറയണ്ടേട്ടാ. ഇവിടെ പോയി നോക്കട്ടെ സംഭവം നോക്കട്ടെ ഗൈസ്. നമ്മുടെ ഇന്ത്യൻ പ്രോഗ്രാം തന്നെ ആയാൽ മതിയായിരുന്നു ഗൈസ്. അങ്ങനെയാണ് ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. ഓ ഗൈസ് എന്നാൽ ടേപ്പ് റെക്കോർഡാട്ടോ ഗൈസ്. നോക്കട്ടെ ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്തിട്ടുണ്ടേട്ടാ. എന്താ നോക്കട്ടെ. ഓക്കെ നമുക്ക് നമ്മുടെ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇത് ഓക്കെ. ഓ ഗൈസ് നമ്മൾ ഫൈനലി ചെയ്യാൻ പുറത്തെത്തി. ലെറ്റ്സ് ഗോ. ഓ എൻ്റെ പൊന്നളിയ പുറത്തെത്തിയില്ല ഗൈസ്. അത് മതി. എത്ര നേരം ഇതിൻ്റെ പുറത്തേട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ് അടുത്തത്? റിട്ടേൺ ടു റിസർച്ച് സെൻറ്റർ. നമ്മുടെ അടുത്ത് റിസർച്ച് സെൻറ്ററിലായിട്ട് റിട്ടേൺ പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടേക്ക് പോവാം. അതിന് മുന്നോടിയായിട്ട് വീട്ടാക്കട്ടെ ഇവന്മാരൊക്കെ തീർക്കട്ടെ കേട്ടോ. ഇവന്മാർ നമ്മൾ വന്നെന്ന് അറിഞ്ഞിട്ട് ഇവന്മാർ വന്നെന്ന്. അപ്പം എന്തൊക്കെയും വെറും കൈയോടെ ഇവന്മാർ ഉടനെ റെഡി ഇല്ലല്ലോ. ഈ ഡോറൊന്നും തുറക്കാൻ പറ്റില്ല. ഈ ഡോറ് തുറക്കാൻ പറ്റും നോക്കട്ടെ. ഇല്ല ഇതൊന്നും തുറക്കാൻ പറ്റില്ല ഗൈസ്. പോവാം. ഗൈസ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഗേറ്റ് തുറന്ന് പോകണം നോക്കട്ടെ. ഇത് തുറക്കടോ. ഓ ഗൈസ് ഗേറ്റ് തുറക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ പിന്നെ ഏത് വഴി പോകാനാണ് നമുക്ക്? ഈ ഡോറും തുറക്കാൻ പറ്റില്ല. നമുക്ക് ഇനിയല്ല ഇതിൻ്റെ പൊക്കത്ത് കൂടെ എല്ലാം ചാടി കയറി പോകണോ അറിയില്ല ഗൈസ്. ഇവിടെ അവന്മാരുണ്ട് കേട്ടോ. ഓ ഗൈസ് ആ വഴിയാന്ന് നോക്കണ്ട. ഓ ഗൈസ് ലെറ്റ്സ് ഗോ. വഴി പോട്ടെ. റീലോഡ് ആയിട്ടാ. ഓക്കെ ഇവിടുന്ന് ഞാൻ കിടക്കണം. നേരെ തന്നെ ആയിരിക്കും ഗൈസ്. നേരെ തന്നെ ആയിരിക്കും, വേറെ വഴിയൊന്നുമില്ല. നേരെ തന്നെ പോവാം. ഓ ഗൈസ് ഇതിൻ്റെ അകത്ത് എന്താണ്? ഓ മെഡിക്കറ്റ് കിട്ടിയായിരുന്നു. മെഡിക്കറ്റില്ല. ആമോ കുറവാട്ടോ. ആമോ എൻ്റെ അധികം ഇല്ല, കുറച്ച് ആമോ ഉള്ളൂ. ആമോ കിട്ടണമെങ്കിൽ 2 മെഡിക്കറ്റെല്ലാം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ലൈഫൊക്കെ ഫുള്ളാണ്. പക്ഷേ പറയാൻ പറ്റില്ല ഇവന്മാർ എപ്പോഴാണ് എങ്ങനെയാണ് വന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഗൈസ്. ഓ എൻ്റെ പൊന്നോ അവന്മാരുടെ മാസ്റ്റർ അറ്റാക്ക് കേട്ടോ. അത് കിട്ടി എനിക്ക്.
ഗൈസ് ഫൈനൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് കഴിയാൻ ഗൈസ് നമ്മുടെ ഗെയിം ഇവിടെ എൻ്റെ ആണ് ഗൈസ്. നമുക്ക് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഇവിടെ നമുക്ക് ഇത് റിസർച്ച് ചെയ്യണം കേട്ടോ, റിസർച്ച് ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് ഗൈസ് നമ്മൾ ടെർമിനൽ ഇതെന്താ സംഭവം? ടെർമിനൽ ഓക്കെ അറിയാം. നമ്മുടെ നേരെ കാണുന്ന സംഭവം കേട്ടോ, നേരെ കാണുന്നൊരു അവിടെ ഒരു ലാപ്പ് ഉണ്ട് ഗൈസ്, അതായിരിക്കും ഗൈസ്. ഇവിടെയാണ് ഗൈസ്. ഓക്കെ എല്ലാവരും പറ്റേട്ടാ. ഇതാണ് ഗൈസ്. വെയിറ്റ് ഗൈസ്. അവന്മാർ വന്നിട്ടാ. ഓ ഇല്ല. ഓക്കെ ഗൈസ് നമ്മുടെ അടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടാ. ഓക്കെ നമ്മളിവിടുത്തെ മിഷൻ നമ്മൾ റെഡി ചെയ്തേക്കിടെ വെയിറ്റ് ചെയ്യട്ടാ. അവന്മാർ ഫ്രണ്ടിൽ തന്നെ കേട്ടാ ഗൈസ്. നമ്മുടെ മിഷൻ ഇവിടെ ഏകദേശം നമ്മൾ സക്സസ് ആവാൻ പോണേണ് ഗൈസ്. അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലെ ബോട്ടെല്ലാം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഗൈസ് അവിടെ ആവണത് ഗൈസ്. അപ്പോൾ ഇത് ഫുൾ അപ്ലോഡ് ആയിട്ടൊക്കെ ഗൈസ് നമുക്കൊന്ന് പോകാൻ പറ്റും ഗൈസ്. നമ്മൾ അങ്ങടേക്ക് നമ്മുടെ സംഭവങ്ങളൊക്കെ അയച്ചു കൊടുക്കണം ഗൈസ്. ഓ ഇതിലാകട്ടോ കുറച്ച് ടൈം പിടിച്ചിട്ടാവണം സംഭവം ഗൈസ്. അപ്പോൾ അത്ര നമ്മളിവിടെ സർവൈവ് ചെയ്യണം ഗൈസ്, അതാണ് സംഭവം. അപ്പോൾ അത്ര നേരം അപ്പോൾ ഇവിടെ കിട്ടുന്ന ഫൈറ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് അതിലും ഇത്ര നേരം കാണണമെങ്കിലും കൂടുതൽ ആൾക്കാരുണ്ട് ഇപ്പം. ഇപ്പോൾ കുറേ പേര് സ്പോൺ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ അത്ര നേരം സർവൈവ് ചെയ്യണം ഗൈസ്. ഓൾമോസ്റ്റ് പകുതി ആവാറായിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് പകുതി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓൾമോസ്റ്റ് ഒരു 30%, 32% ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ആകെ സീനാണ് ഇപ്പോൾ. മൊത്തം ആൾക്കാരായിട്ട് എന്തോരം പേരാന്ന് നോക്കി. ഇത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഓടി കളിക്കണോട്ടോ, അല്ലെങ്കിൽ നിന്ന് കളിച്ചാൽ അവന്മാർ തീർക്കും ഗൈസ്. ഓടണം. നമുക്ക് നേരെ ഇങ്ങനെ ഓടി കളിക്കണ്ട. ഇതിൻ്റെ അകത്തുനിന്ന് വരും കേട്ടോ. അങ്ങനെ ഒരു വിഷയമുണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഇപ്പം നിലവിൽ ആളില്ല ഗൈസ്. ഓൾമോസ്റ്റ് പകുതി ചെയ്യുന്നതുകൊണ്ട് ഇനിയൊരു കുറച്ച് ടൈമിൽ മതിയായിരിക്കും ഗൈസ്. അതൊന്ന് എഴുതിയിട്ടല്ല അടിയിലോട്ട് അമ്പതിന് എഴുതിട്ടാ. അത് കൊള്ളാം. നേടിയിടുന്നുണ്ടാ നേരിട്ടിട്ട് നമ്മൾ കേക്കുള്ളന്നോട്ട് ഞാൻ നേരിട്ട് ഒട്ട് പൊളിച്ച് അത്തിലിട്ടോ. നമുക്ക് അടിയിൽ പോയിട്ട് അവന്മാർ ഫയർ ചെയ്തല്ല. നമുക്ക് ഗൈസ് നമ്മൾ പകുതിയിലും പൊക്കത്തായിട്ടാ. പകുതിയിൽ കഴിഞ്ഞൊരു 60% ആയിട്ടാ മെഡിക്കറ്റ് എടുക്കും. ഓക്കെ ലൈഫ് ഫുള്ളാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഞാൻ അടിയിലായിട്ട് റഷ് ചെയ്താലോ ഗൈസ്. പിന്നെ റഷ് ചെയ്താലും കാര്യമില്ല, കാരണം ഇവന്മാർ ചത്താലും ഇങ്ങനെ സ്പോൺ ആയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ അടിയിൽ എവിടുന്ന് സ്പോൺ ചെയ്യുന്നു പറയുന്നുള്ളൂ. ഇപ്പോൾ തീർന്നതിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ അടിയിലോട്ട് നോക്കിയിട്ടിരിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഫുള്ളും എൻ്റെ ഫുള്ള് ആക്ച്വലി ലെഫ്റ്റ് സൈഡ് ഫുള്ള് വെച്ചതുകൊണ്ട് ഏത് വഴിയാണ് വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 70% ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 30% നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഫൈനലി സംഭവം ഫുൾ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന മിഷൻ നമ്മളിവിടെ സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അവിടെ പോയിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഗൈസ്. ഇവിടെ പോയിട്ട് ഗൈസ്. ഓക്കെ ഗൈസ്. ഇല്ല ഗൈസ് അവനെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയട്ടെ. ഈ സംഭവം കഴിഞ്ഞാൽ നമുക്കത് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ബ്രദർ. ഓക്കെ ഇൻട്രാക്ട് കഴിഞ്ഞാൽ ഓക്കെ. നമ്മുടെ ഗൈസ് എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ ഫൈനലി മിഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. പിന്നെ ഞാൻ ഒരു ഗോഡ് സിമുലേറ്റർ എന്നൊരു സിമുലേറ്റർ ഗെയിം ഞാൻ കളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. അപ്പോൾ കണ്ടോക്ക്. കിട്ടിയില്ല ഒരു ഫണ്ണി ഗെയിമാണ് ഗൈസ്. കണ്ട് ചിരിക്കാനുള്ള വകുപ്പുണ്ട് സംഭവം. അമ്മാതിരി ഗെയിം. അപ്പോൾ ഗൈസ് അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ കുറച്ച് ലോങ് ആയെന്ന് തോന്നണം ഗൈസ്. അപ്പോൾ എന്തെങ്കിലും അത് ക്ഷമിക്കേണ്ട ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ടൈം തുടങ്ങി എന്തെങ്കിലും അധികം ലോങ് ആക്കാണ്ട് നോക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്താലോ ഗൈസ്. ഓക്കെ ബൈ ഗൈസ്.